ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ എവിടേക്ക് പോണേ? ഇന്ന് എക്സാം ഉണ്ടോ? എവിടെ പോണ്? അല്ല, ഇത് ബാഗ് കണ്ടേ? ഇത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമില് കണ്ടിട്ട് ഒരു ഐഡിയ ഞങ്ങളുടെ എല്ലാവരും ബുക്ക് മൊത്തം ഞങ്ങൾ ആക്രി കട വിൽക്കാൻ പോവാ. അമ്പാനി മൂട്. അപ്പൊ ഇനി എക്സാം നീ എത്ര പഠിക്കണപ്പ? അപ്പൊ ഞാനിപ്പോ 8 7 ഞങ്ങൾക്ക് പരീക്ഷയുള്ള ബുക്കൊക്കെ ഞങ്ങൾക്ക് ഇനി ഒരു പരീക്ഷ ഉള്ളൂ. ആ പരീക്ഷയുള്ള ബുക്ക് ഞങ്ങൾ മാറ്റിട്ട് ബാക്കിയുള്ള എല്ലാ ബുക്കും. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ നീ 7 പഠിക്കണേ. അപ്പൊ 7 തോറ്റോ എന്ത് ചെയ്യും? ബുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാ അപ്പൊ അതെന്ത് ചെയ്യും? അല്ല, അതിന് ഉത്തരം പറ. പേപ്പർ വരെ അല്ല, 7ാം ക്ലാസ്സിൽ ഇപ്പൊ തോറ്റു പോയി കഴിഞ്ഞാൽ തോറ്റു. അല്ല, അങ്ങനല്ല. ഇപ്പൊ 7 ഇപ്പൊ മോൻ എത്ര പഠിക്കണേ? 6 പോവാണ്. എങ്ങാനും 5ാം ക്ലാസ്സിൽ ഈ തോറ്റു പോയി കഴിഞ്ഞാൽ ജയിപ്പിച്ചുവിടോ? ഉറപ്പുണ്ട് നിങ്ങൾക്ക്? ഉറപ്പുണ്ട്. അപ്പൊ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പൊ മാത്സിന്റെ ബുക്ക് എടുത്ത് വെച്ചോണെങ്കിൽ ആണോ? അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഹിന്ദി പഠിക്കണ്ടോ? ഏറ്റവും ടഫ് ഏതായിരുന്നു എക്സാമിൽ? ടഫ് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. ജീവിതം ഒന്നല്ലോ നമ്മൾ മാത്സ് അടിച്ചു കൊടുക്കുക. ഈ ടൈമിലൊക്കെ കുറച്ചുകൂടെ സുഖമായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും. വരാനുള്ളത് വഴി വെച്ച് കാണാൻ ബാക്കി. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ ഈ പൈസ ഇട്ട് എന്താ ചെയ്യാൻ പോണപ്പോ? ഈ പൈസ ഇട്ടിട്ട് ഞങ്ങൾ പൈസ മൊത്തം ഷെയർ ചെയ്യും. ഓരോരുത്തർ എന്തിട്ടാന്ന് വെച്ചാൽ കാണിക്കും. ഇവന് പൈസ ഇല്ലേ, കാരണം ഇവന്റെ ബുക്ക് എടുത്തിട്ടില്ല. കാരണം ഇവൻ ഇവന് ആകെ 4 ബുക്ക് സബ്ജക്റ്റ് ഉള്ളൂ. ഇവന്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവന്റെ ബുക്ക് എടുക്കണം. എന്തായാലും എല്ലാം ജയിക്കട്ടെ പരീക്ഷയ്ക്ക്. അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ ബുക്കൊക്കെ കൊടുത്തിട്ട് പൈസ ഒക്കെ മേടിക്കും. ലൈക്ക് ചെയ്യാ, സബ് ചെയ്യാ, തൊട്ടുള്ള ഷെയർ ഒന്നും എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.